മേഘവിസ്ഫോടനം. ശക്തമായ മഴയ്ക്കൊപ്പം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടുന്ന ഒന്നാണ് മേഘവിസ്ഫോടനം എന്ന പ്രതിഭാസം. വളരെ ചെറിയ സമയപരിധിക്കുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് പെയ്തിറങ്ങുന്ന അതിശക്തമായ മഴയെയാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. മിനിറ്റുകൾ മാത്രം നീളുന്ന പ്രതിഭാസമാണെങ്കിലും പലപ്പോഴും ഇത് വലിയ വെള്ളപ്പൊക്കങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും വരെ ഇടയാക്കാറുണ്ട്. ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയെത്തുന്ന മഴ പെട്ടെന്ന് ശക്തി പ്രാപിക്കുകയും ആ പ്രദേശത്തെ ആകെ വെള്ളത്തിലാക്കുകയും ചെയ്യും. കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായ പ്രകാരം മണിക്കൂറിൽ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഒരു സ്ഥലത്ത് ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനമെന്ന് കരുതാം. മഴമേഘങ്ങളായ കുമുലോ നിംബസ് മേഘങ്ങളാണ് മേഘവിസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നത്. ശക്തമായ മഴയും കാറ്റും ഇടിയും ചിലപ്പോഴൊക്കെ ആലിപ്പഴ വർഷവും ഈ മേഘങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണയായി രൂപപ്പെടുന്ന കുമുലോ നിംബസ് മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ നിന്ന് ആരംഭിച്ച് 15 കിലോമീറ്റർ ഉയരത്തിലുള്ള സീറസ് മേഖല വരെ എത്താം. ഇങ്ങനെയുണ്ടാകുന്ന കൂറ്റൻ കുമുലോ നിംബസ് മേഘങ്ങളാണ് മേഘവിസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നത്. ഇവയ്ക്കുള്ളിൽ ശക്തിയേറിയൊരു വായുപ്രവാഹം ചാക്രമണ രീതിയിൽ രൂപപ്പെടുന്നു. ഇത് മേഘത്തിന്റെ നടുഭാഗത്തുകൂടി മുകളിലേക്ക് ഉയരുന്നു. ഈ പ്രക്രിയയുടെ ഭാഗമായി മേഘങ്ങളുടെ താഴെ തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളും ഉണ്ടാകുന്നു. അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുന്ന കുമുലോ നിംബസ് മേഘങ്ങൾ ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിച്ചേക്കാം. ഭൗമാന്തരീക്ഷത്തിന്റെ 10 കിലോമീറ്ററിലും മുകളിലത്തെ താപനില 40 മുതൽ 60 ഡിഗ്രി വരെ സെൽഷ്യസ് ആയത് കാരണം ഈർപ്പം സ്വാഭാവികമായും മഞ്ഞുകണങ്ങളായി മാറുന്നു. കാറ്റിന്റെ മുകളിലേക്കുള്ള പ്രവാഹം അല്പം ശമിക്കുന്നതോടുകൂടി മഞ്ഞുകണങ്ങൾ ഭൂഗുരുത്വാകർഷണത്തിൽപ്പെട്ട് താഴേക്ക് പതിക്കുന്നു. ഭൗമോപരിതലത്തിനടുത്തെത്തുമ്പോൾ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച മൂലം ഈ മഞ്ഞുകണങ്ങൾ ഉരുകി ജലത്തുള്ളികളായി ഭൂമിയിൽ പതിക്കുന്നു. ഇതാണ് മഴ. ഈ പ്രക്രിയ സാധാരണയിലും കവിഞ്ഞ അളവിലെത്തുമ്പോഴാണ് വലിയ അളവിലുള്ള മഴ അഥവാ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. ഇത്തരം മേഘവിസ്ഫോടനങ്ങൾ മലവെള്ളപ്പാച്ചിലിനും മുന്നറിയിപ്പില്ലാതെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾക്കും മറ്റനേകം നാശനഷ്ടങ്ങൾക്കും കാരണമായി തീരാം. ഇന്ത്യയിലും മേഘവിസ്ഫോടനങ്ങൾ കനത്ത നാശം വിതച്ചിട്ടുണ്ട്. 1908 സെപ്റ്റംബർ 28 മേഘവിസ്ഫോടനത്തിന്റെ ഫലമായി കൃഷ്ണ നദിയുടെ കൈവഴിയായ മുസി നദിയിലെ വെള്ളം 38 മീറ്റർ മുതൽ 45 മീറ്റർ വരെ ഉയരുകയും കടുത്ത വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തു. ഏകദേശം 15,000-ലധികം ആളുകൾ ഈ വെള്ളപ്പൊക്കത്തിൽ കൊല്ലപ്പെടുകയും നദീതീരത്തുണ്ടായിരുന്ന 80,000-ലേറെ വീടുകൾ നശിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ ഒരു മേഘവിസ്ഫോടനമായിരുന്നു ഇത്. 2012 ഓഗസ്റ്റ് 7 കോഴിക്കോട് പുല്ലൂരാംപാറയിൽ ഉണ്ടായിരുന്ന കനത്ത മഴയ്ക്കും ഉരുൾപൊട്ടലിനും കാരണവും മേഘവിസ്ഫോടനമാണെന്ന് ഭൗമശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടിരുന്നു.